ചെറിയ പൈസ ഫുൾ ഓൺ ചെയ്യാം. 2 ലക്ഷം രൂപ കൊടുക്കാം. അതെ 40 രൂപ കൊടുക്കാം. 40 രൂപ. ഈ 200 നമുക്ക് 2008 മോഡല് MP5 ഇഞ്ചിനാണ് വരുന്നത്. ഇതാണ് 70,000 കൊടുക്കും. ഈ കിടക്കുന്ന വണ്ടികളൊക്കെ ഫുൾ ഓൺ ചെയ്യാൻ പറ്റിയ വണ്ടിയാണ്. ഇതൊക്കെ ഫുൾ ഓൺ ആണ്. നമ്മൾ ഈ ഒരു 4 വണ്ടികളും 1 രൂപ പോലും വേണ്ട. അതിന്റെ ബ്ലൂയിഷ് വരുന്നുണ്ട്, ക്ലൈംബർ കിഡ് വരുന്നുണ്ട്, സിൽവർ ഫിനിഷിംഗ്. ഒരു കാര്യം കൂടി പറയണ്ടേ, ആൾക്കാർ കൂടുതൽ ചോദിച്ചാൽ EMI കുറവുണ്ടോന്ന്. ഈ വണ്ടികളൊക്കെ EMI കുറഞ്ഞ് കിട്ടും. ഒരു 5 റുപ്യ 6 റുപ്യന്റെ അടുത്ത് നമുക്ക് ലോൺ ചെയ്ത് EMI വരുള്ളൂ. അതായത് ഒരു ബുള്ളറ്റിന് നല്ലൊരു ബൈക്കിന് കൊടുക്കുന്ന EMI നമുക്ക് ഈ വാഹനങ്ങൾ ഇറക്കും ചെയ്യാം. അത് നമുക്ക് 1 രൂപ പോലും ഡൗൺ പേയ്മെന്റ് വേണ്ടുന്നതാണ്. മുടക്കിൽ അടവടച്ച് പോവാം. 6 റുപ്യ 5 റുപ്യന്റെ അടുത്തൊക്കെ വരുള്ളൂ ആ EMI വരുന്നത്. 3 ലക്ഷം റുപ്യ കൊടുക്കാം. 3 ലക്ഷം രൂപ ലോൺ ചെയ്തു. 3 ഫുൾ ഓൺ ചെയ്യാൻ പറ്റുന്ന ഒരു ഓട്ടോമാറ്റിക് വണ്ടിയില്ല. ഡിയർ ഫ്രണ്ട്സ്, ചെറിയ പൈസക്ക് നല്ല വാഹനങ്ങൾ നോക്കുന്നവർക്ക് നല്ലൊരു കിടിലൻ വീഡിയോ ആയിട്ടാണ് ഒന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് നമ്മളെ സണ്ണിലാണ്. അതിനൊരു ഫസ്റ്റ് പാർട്ട് നമ്മൾ ഓൾറെഡി കഴിഞ്ഞതാണ്. ഏകദേശം 100-100ഓളം കാറുകളുണ്ട്. ഫുൾ ഓണിലൊക്കെ നിങ്ങൾക്ക് വാരിക്കോരി വാഹനങ്ങൾ തരാൻ പോവുകയാണ്. അപ്പോൾ നമ്മളെ കൂടെ ഡീറ്റെയിൽസുകളൊക്കെ ആയിട്ടുള്ള റാഫിക്കയാണ്. റാഫിക്ക, നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ ഒത്തിരി നമുക്ക് ഡീസൽ വേരിയന്റ് വാഹനങ്ങൾ നമുക്ക് ഫുൾ ഓണിലൊക്കെ ഉണ്ടായിരുന്നു. സ്വിഫ്റ്റ്, SUV-കൾ, എസ്ക്രോസ്, ബ്രസ്സൊക്കെ ഉള്ളത് നല്ലൊരു കിടിലൻ പാട്ടായിരുന്നു. ഇന്ന് ഇത്തവണ നമുക്ക് ഒന്നുകൂടെ ചെറുവാഹനങ്ങൾ ഫുൾ ഓണിൽ കൊടുക്കാമല്ലോ. അപ്പോൾ അതാണ് നമുക്ക് നല്ല മോഡൽ കൂടിയ വാഹനങ്ങൾ ചെറിയ പൈസക്ക് ട്രാക്ക് ഉണ്ടെങ്കിൽ ഫുൾ ഓൺ തന്നെ ഇറക്കാൻ പറ്റുന്ന ഒത്തിരി വാഹനങ്ങളാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ സണ്ണിന്റെ കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം പുത്തനത്താണി 2 സ്ഥലത്ത് വരുന്നത്. ഗൂഗിളിൽ അടിച്ചാൽ കിട്ടും, അല്ലെങ്കിൽ നമുക്ക് കാറ്റലോഗ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കാം. അപ്പം ജസ്റ്റ് ഇനി അങ്ങനെ എടുക്കാൻ അറിയാത്തവരൊക്കെ ആണെങ്കിൽ ജസ്റ്റ് ഇവരെ ഈ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ ലൊക്കേഷനൊക്കെ ഷെയർ ചെയ്ത് തരും. പക്ഷെ നമുക്ക് ഒന്നും ടെൻഷനില്ല. ഇത് കറക്റ്റ് വരുന്ന മലപ്പുറം നമ്മൾ പുത്തനത്താണിയില്ല, കോട്ടക്കലിന് ഏകദേശം ഒരു 10-15 കിലോമീറ്റർ ഉണ്ടാവുള്ളൂ. അപ്പോൾ തിരൂർ റോട്ടിലായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ലൊക്കേഷനൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നമ്പറിൽ വിളിക്കുക. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ഫുൾ ഓണിൽ കൊടുക്കാൻ പറ്റുന്ന ഒരു ചെറിയ മിനി SUV ടൈപ്പ് വാഹനങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്ക് റെനോയുടെ ഒരു ക്ലൈംബറാണ് നമ്മൾ പരിചയപ്പെടുന്നത്. അല്ല, അടിപൊളി കളർ RXT ആണ് ഓപ്ഷനൊക്കെ വരുന്നത്. അത്യാവശ്യം ടയേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. പാലക്കാട് രജിസ്ട്രേഷൻ ആണ്. ഫാൻസി നമ്പർ അടക്കം വരുന്ന ഒരു വണ്ടി. എങ്ങനെ റാഫിക്ക ഡീറ്റെയിൽസ് വരുന്നത്? 2017 മോഡല് ഫസ്റ്റ് ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് അല്ലേ? 80,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. നല്ല ക്വാളിറ്റി വണ്ടി, ആക്സിഡന്റ് കാര്യങ്ങളില്ലാത്ത വണ്ടിയാണ്. ഇതാണ് ഫുൾ ഓൺ ആയിട്ട് കൊടുക്കാൻ പറ്റിയ വണ്ടിയാണ്. 1 രൂപ പോലും വേണ്ട. അതും ഫുൾ ഹിസ്റ്ററി അവൈലബിൾ ആയിട്ടുള്ള സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന ഒരു കിടിലൻ വണ്ടി അല്ലേ? അപ്പോൾ നമുക്ക് ചെറിയ പൈസക്ക് ഫുൾ ഓൺ ചെയ്യാം. ഞാനൊരു കളർ ചേഞ്ച്, അതായത് റെനോ കിഡ് ആണ് അല്ലേ? എങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങളൊക്കെ വരുന്നത്? 2018 മോഡൽ വണ്ടിയാണ്. RST ഫുൾ ഓപ്ഷൻ വണ്ടി വരുന്ന വണ്ടിയാണ്. സെയിം ഓപ്ഷൻ തന്നെയാണ് വരുന്നത്. CC-യിൽ വരുന്ന വണ്ടികളാണ് ഇതൊക്കെ. ഓക്കെ, ഇതിന്റെ ഏറ്റവും ടോപ്പ് എൻഡ് വണ്ടി അല്ലേ? എത്ര ഇതിന് നമ്മൾ ചോദിക്കുന്നത്? ഇത് നമുക്ക് ചോദിക്കുന്നത് 2,70,000 രൂപയാണ്. ഫുൾ ഓൺ ചെയ്യാം. ഈ കിടക്കുന്ന വണ്ടികളൊക്കെ ഫുൾ ഓൺ ചെയ്യാൻ പറ്റിയ വണ്ടിയാണ്. ഇതൊക്കെ ഫുൾ ഓൺ ആണ്. നമ്മൾ ഈ ഒരു 4 വണ്ടികളും 1 രൂപ പോലും വേണ്ട. അതിന്റെ ബ്ലൂയിഷ് വരുന്നുണ്ട്, ക്ലൈംബർ കിഡ് വരുന്നുണ്ട്, സിൽവർ ഫിനിഷിംഗ്. ഒരു കാര്യം കൂടി പറയണ്ടേ, ആൾക്കാർ കൂടുതൽ ചോദിച്ചാൽ EMI കുറവുണ്ടോന്ന്. ഈ വണ്ടികളൊക്കെ EMI കുറഞ്ഞ് കിട്ടും. ഒരു 5 റുപ്യ 6 റുപ്യന്റെ അടുത്ത് നമുക്ക് ലോൺ ചെയ്ത് EMI വരുള്ളൂ. അതായത് ഒരു ബുള്ളറ്റിന് നല്ലൊരു ബൈക്കിന് കൊടുക്കുന്ന EMI നമുക്ക് ഈ വാഹനങ്ങൾ ഇറക്കും ചെയ്യാം. അത് നമുക്ക് 1 രൂപ പോലും ഡൗൺ പേയ്മെന്റ് വേണ്ടുന്നതാണ്. മുടക്കിൽ അടവടച്ച് പോവാം. 6 റുപ്യ 5 റുപ്യന്റെ അടുത്തൊക്കെ വരുള്ളൂ ആ EMI വരുന്നത്. അപ്പോൾ ഒരു ബൈക്കിൽ നിന്നൊരു കാറിലേക്ക് മാറാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണ് അല്ലേ? തന്നെ ഒരു സിൽവർ ഫിനിഷിങ് കളർ ചേഞ്ച് ആണ്. എങ്ങനെയാണ് ഇതിന്റെ മോഡൽ കാര്യങ്ങളൊക്കെ വരുന്നത്? 2018 മോഡൽ 1000 cc-യിൽ വരുന്ന വണ്ടിയാണ്. ഓക്കെ, ഒന്നുകൂടി പെർഫോമൻസ് ഉണ്ടാവും. ഇന്റീരിയറൊക്കെ നോക്കി നല്ല കിടുവാണ് വരുന്നത്. നമുക്ക് ഇതിന്റെ ഒരു അട്രാക്ഷൻ റാഫിക്ക് ആദ്യം പറഞ്ഞു, നമുക്ക് ഒരു ബൈക്കിൽ കടവിൽ ഇറക്കാൻ പറ്റുന്ന, അതും ഫുൾ ഓണിൽ കിട്ടുന്ന ഒരു വണ്ടി. റാഫിക്ക് എത്ര ഇതിന് ചോദിക്കുന്നത്? ഇത് നമ്മൾ ചോദിക്കുന്നത് 2,70,000 രൂപ ഇത് കൊടുക്കാം. 2,80,000 ലോൺ ചെയ്ത്. അപ്പോൾ 1 മാസത്തെ അടവിന്റെ പൈസ വേണമെങ്കിൽ മുൻകൂർ നമുക്ക് ട്രാക്ക് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു 10-20 രൂപ മുടക്കിലൊക്കെ നമുക്ക് ഇറക്കാൻ പറ്റും, ഇറക്കും ചെയ്യാം അല്ല. ഇത് നമുക്ക് അടുത്തൊരു റെഡിഗോ അല്ല, നിസാന്റെ സബ് ബ്രാൻഡാണ് ഡാറ്റ്സന്. 2018 മോഡൽ വണ്ടി. 1000 cc-യിൽ വരുന്ന ഓട്ടോമാറ്റിക് വരുന്നത്. ഓട്ടോമാറ്റിക് കൂടിയാണ്. അപ്പൊ ചെറിയൊരു ബഡ്ജറ്റിൽ ഓട്ടോമാറ്റിക് നോക്കുന്നവർക്ക് നല്ലൊരു അടിപൊളി ഓപ്ഷൻ ആണ്. 30,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. ചെറിയ കിലോമീറ്റർ അല്ലേ? എത്ര നമ്മൾ ഇതിന് ചോദിക്കുന്നത്? നമ്മൾ ചോദിക്കുന്നത് 2,55,000 രൂപ. ഒരു ചെറിയൊരു പൈസക്ക് ഒരു ഓട്ടോമാറ്റിക് വണ്ടി നോക്കുന്ന ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ്. പക്ഷെ നമുക്ക് ലോണൊക്കെ എത്ര ഫുൾ ലോൺ തന്നെ? നമുക്കൊരു 10-20 രൂപ മുടക്കിൽ നമുക്ക് ഇറക്കാൻ പറ്റൂല. ഇത് നമുക്ക് സെലേറിയോ നല്ല ഫാൻസി നമ്പർ അടക്കം വരുന്നുണ്ട്. നിലമ്പൂർ രജിസ്ട്രേഷൻ ആണ് വരുന്നത്. സിംഗിൾ ഓൺഷിപ്പ് വണ്ടിയാണ്. അഡീഷണൽ ആയിട്ട് നല്ല കിട്ടുന്ന അലോയ്സ് കാര്യങ്ങൾ, അതും ഓട്ടോമാറ്റിക് കൂടിയാണ് വരുന്നത് അല്ലേ? ഇതെങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങളൊക്കെ? ZXi ആണ് ഏറ്റവും ടോപ്പ് എൻഡ്. ഇതിന്റെ റിയൽ വൈപ്പർ കാര്യങ്ങൾ അടക്കം വരുന്ന വണ്ടിയാണ്. നിലമ്പൂർ രജിസ്ട്രേഷൻ, സിംഗിൾ ഓൺഷിപ്പ്, ഓട്ടോമാറ്റിക്. കിലോമീറ്റർ എങ്ങനെയായിരുന്നു? 2015 മോഡൽ വണ്ടി. കിലോമീറ്റർ 1-ന്റെ ഉള്ളിൽ ഓടിയിട്ടുള്ളൂ. നമുക്ക് ഫുൾ ഓൺ ആയിട്ട് കൊടുക്കാൻ പറ്റിയാണ്. 3 ലക്ഷം രൂപ കൊടുക്കാം. 3 ലക്ഷം രൂപ ലോൺ ചെയ്തു. 3 ഫുൾ ഓൺ ചെയ്യാൻ പറ്റുന്ന ഒരു ഓട്ടോമാറ്റിക് വണ്ടിയില്ല, അത് ഏറ്റവും ടോപ്പ് എൻഡ്.
ഇത് നമുക്കൊരു ഐട്ടണ്, അത് നമുക്ക് സൺറൂഫ് അടക്കം വരുന്ന വണ്ടി അല്ലേ? 2009 പുതിയ പേപ്പർ കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് പെടുത്ത വണ്ടിയാണ്. ഓക്കെ, ഇതാണെങ്കിൽ 1,25,000 രൂപ. 1,25,000 രൂപക്ക് ഇനി ഒരു ചെറിയ സൺറൂഫും ഒക്കെ വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അതൊരു ബെസ്റ്റ് ഓപ്ഷനാണ്. അതും നമുക്ക് പേപ്പർ കാര്യങ്ങളെല്ലാം 5 വർഷത്തേക്ക് പുതിയ പേപ്പർ കാര്യങ്ങളല്ലാണ്ട് ചെറിയൊരു പൈസക്ക് അത്യാവശ്യം ഫീച്ചേഴ്സൊക്കെ വരുന്ന ഒരു അടിപൊളി വണ്ടി. ദെൻ വീണ്ടും ഒരു റെഡിഗോ, ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? ഇത് 2017 മോഡലാണ്. ഇത് ഫുൾ ഓണിൽ കൊടുക്കാൻ പറ്റിയ വണ്ടിയാണ്. ഫുൾ ഓൺ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. നേരത്തെ നമ്മൾ ഓട്ടോമാറ്റിക് ആയിരുന്നു, ഇത് മാനുവൽ ആയിരുന്നു അല്ലേ? അത്യാവശ്യം നല്ല മൈലേജ് കാര്യങ്ങളെല്ലാം കിട്ടുന്ന ഒരു വാഹനമാണ്. ഇതിന് എത്ര ചോദിക്കുന്നത് പറഞ്ഞാൽ? ഇത് നമുക്ക് 2 ലക്ഷം രൂപ കൊടുക്കാം. 2 ലക്ഷം രൂപ ഫുൾ ഓൺ അല്ലേ? ഇത് നമുക്ക് സാൻഡ്രോ, ഇത് എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? 2008 മോഡലാണ് വണ്ടി. പുതിയ പേപ്പർ കാര്യങ്ങളൊക്കെ കൊടുത്ത വണ്ടി തന്നെയാണ്. ഇതാണെങ്കിൽ നമുക്ക് 80 രൂപ ഫൈനൽ ഇട്ട് കൊടുക്കും. 80 രൂപ ഫൈനൽ ഇട്ടിയാൽ നമുക്ക് എടുക്കാം. ഇന്റീരിയറൊക്കെ നോക്കി നല്ല പെട ഇന്റീരിയർ ആണ്, നമുക്ക് ഒന്നും ചെയ്യിക്കാനില്ല, ചെറിയൊരു പൈസക്ക് വണ്ടി. ഇത് ഞാൻ ഒരു സാൻഡ്രോ സിംഗ് കളർ ചേഞ്ച് ആണ്, റെഡ് ഇല്ല. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? 11-12 രജിസ്റ്റർ, 80,000 കിലോമീറ്റർ സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ്. ഓക്കെ, ഇത് എത്ര നമ്മൾ ചോദിക്കുന്നത്? ഇതാണെങ്കിൽ 1.30 ഫൈനൽ ഇട്ട് കൊടുക്കും. 1.30 ഫൈനൽ ഇട്ടേ കൊടുക്കാം. ദെൻ വീണ്ടും ഒരു റെഡിഗോന്റെ കളർ ചേഞ്ച് അല്ലേ? 2016 മോഡൽ വണ്ടി. ഇത് നമുക്ക് ഫൈനല് ഒരു 1.75 കൊടുക്കാം. ഫുൾ ഓൺ ആയിട്ട് കൊടുക്കാൻ പറ്റും. ഫുൾ ഓണിൽ ചെയ്യാൻ പറ്റും അല്ലേ? ഇത് നമുക്ക് ഇൻഡിഗോ എങ്ങനെയായിരുന്നു? 2012 സിംഗിൾ ഓണർഷിപ്പ് വരുന്ന വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ് വണ്ടി അല്ലേ? നല്ല സ്പേഷ്യസ് ആണ്, ഒന്നുകൂടെ നമുക്ക് നല്ല ട്രഡീഷണൽ ആയിട്ടൊക്കെ വരുന്ന വണ്ടിയാണ്. കളറും നല്ല പൊളിയാണ് അല്ലേ? പൊളിയാണ്. ഇത് കമ്പനീന്റെ വരുന്ന കളർ അല്ലായിരുന്നു? അതെ, ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഏറ്റവും ഫുള്ളോട് മാറ്റം വരും. ഇന്ത്യക്കാട്ടി എഞ്ചിനും ഒക്കെ മാറ്റം വരുത്തിയ വണ്ടിയാണ്. മൈലേജും കൂടുതൽ പെർഫോമൻസ് കൂടും. എത്ര ചോദിക്കുന്നത് ഇതിന്? ഇത് ഫൈനലാണ് 85,000 രൂപ ഫൈനൽ ഇട്ട്. 85,000 രൂപ ഫൈനൽ അല്ലേ? ഇത് നമുക്കൊരു കിഡ്ലം വാഗ്നർ വരുന്നുണ്ട്, ഫുള്ളോട് വണ്ടിയാണ് അല്ലേ? VXi ആണ്. 2016 ഓട്ടോമാറ്റിക് ആണ് വരുന്ന വണ്ടി. ഓട്ടോമാറ്റിക് വണ്ടി. അതെ. ഓക്കെ, എങ്ങനെയായിരുന്നു കിലോമീറ്റർ ഒക്കെ വരുന്നത്? കിലോമീറ്റർ 60,000 കിലോമീറ്റർ. ടയർ ആവശ്യമില്ലാത്തവർക്ക് മാറ്റി കൊടുക്കാം. വൈഡ് വീലാണ് ചെയ്തിട്ടുള്ളത്. ഇനി വേണമെങ്കിൽ നമുക്ക് നോർമലായിട്ട് ചെയ്ത് തരുന്നുള്ളതാണ് പ്രത്യേകത. എത്ര ചോദിക്കുന്നത് ഇതിന്? 3,25,000 രൂപ കൊടുക്കാം. 3,25,000 ഓട്ടോമാറ്റിക് 2016 മോഡലാണ്. മാക്സിമം ലോൺ ചെയ്യാം. ഇനി വീണ്ടും ഒരു സെലേറിയോ, ഇതെങ്ങനെയായിരുന്നു മോഡൽ? 2017 മോഡൽ വണ്ടിയാണ്. ഇതാണെങ്കിൽ 3,10,000 രൂപ കൊടുക്കാം. 3,10,000 മാനുവൽ അല്ല വണ്ടി വരുന്നത്? ഓട്ടോമാറ്റിക്. ഇത് ഓട്ടോമാറ്റിക് ആണ്. അപ്പോൾ ഓട്ടോമാറ്റിക് അത്യാവശ്യം നല്ല കളക്ഷൻസ് വരുന്നുണ്ട് അല്ലേ? അത് നമുക്ക് മാക്സിമം ലോൺ ചെയ്യാം. ഇത് ഫുൾ ഓൺ ചെയ്യാൻ പറ്റുമോ? ഇതിപ്പോൾ നമുക്ക് മാക്സിമം കൊടുക്കാം. മാക്സിമം കൊടുക്കാം അല്ലേ? ദെൻ വീണ്ടും ഒരു സ്റ്റിംഗ്ര, വാഗ്നർ സ്റ്റിംഗ്ര, ഇത് എങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങളൊക്കെ? ഇത് 2013-14 രജിസ്റ്റർ ഉള്ള വണ്ടിയാണ്. ഇതാണെങ്കിൽ 2,65,000 രൂപ കൊടുക്കും. 2,65,000 നമുക്ക് ചെയ്യാൻ പറ്റും. ഒക്കെ ചെറിയ ചെറിയ പൈസക്ക് ട്രാക്ക് ഉണ്ടെങ്കിൽ ഫുൾ ഓൺ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒത്തിരി വാഹനങ്ങളുണ്ട്. അതിൽ നമുക്ക് ഓട്ടോമാറ്റിക്കിൻ്റെ നല്ലൊരു കളക്ഷൻ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും നല്ല പ്രത്യേകത കേട്ടോ. അടുത്തൊരു കിള്ളം വാഹനമാണ്. നമുക്ക് മുമ്പ് യുവാക്കളൊക്കെ തപ്പി നടന്നിരുന്നൊരു വാഹനമാണ് അല്ലേ? ഗെറ്റ്സ്, ഒരു സ്പോർട്ടി വെഹിക്കിളാണ് ഹുണ്ടായുടെ. എങ്ങനെയായിരുന്നു നമുക്ക് മോഡല് കാര്യം? 2008 പേപ്പറൊക്കെ 28 വരെയുള്ള വണ്ടിയാണ്. ഇതാണ് ഫൈനൽ 85,000 രൂപ. 85,000 രൂപയ്ക്ക്. ഒരു ഫോർഡ് ഫിഗോ ഡീസൽ വണ്ടി അല്ലേ വരുന്നത്? 18-20 മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. 12 മോഡലാണ്. ഫസ്റ്റ് ഓണർഷിപ്പിൽ വരുന്നത് വണ്ടി. ഇതാണെങ്കിൽ നമുക്ക് ഒരു 1,20,000. 1,20,000. ഇതന്നെ ഒരു എ സ്റ്റാർ, ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? വൃത്തിയാക്കി കൊടുക്കാണ്ട് ഫുള്ള് ചെയ്ത് കൊടുക്കുക. 2011 വണ്ടിയാണ്. ഇതാണെങ്കിൽ ഫൈനൽ നമുക്ക് ഒരു 1,30,000 കൊടുക്കാം. 1,30,000. ഇതന്നെ നമുക്ക് നാനോ, ഇതെങ്ങനെയായിരുന്നു മോഡല്? 2012 മോഡലാണ്. 50 രൂപ കൊടുക്കുക. 50 രൂപയ്ക്ക് അല്ലേ? ഇതന്നെ വീണ്ടും ഒരു നാനോ, ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? ഇത് 2011 ആണ്. ഇത് 45,000 രൂപ കൊടുക്കും. വെറും 45,000 രൂപ. ദെൻ വീണ്ടും ഒരു നാനോ, ഇതെങ്ങനെയായിരുന്നു? ഇത് 15-16 ആണ്. ഇത് 90,000 രൂപ വരാം. 90,000 രൂപ അല്ലേ? ടാറ്റ ആരിയ, അതും 7 സീറ്റർ വാഹനമാണ്. ഈ ഒരു വാഹനമൊക്കെ നിർത്തിയിട്ടാണ് നമ്മൾ എക്സൈലേക്കൊക്കെ അവർ പോയതില്ല. അവർ സെയിം ബേസ് കാര്യങ്ങളൊക്കെയാണ്, നല്ല ബോഡി വെയിറ്റ് കാര്യങ്ങളും സ്പേഷ്യസ് ആയിട്ടുള്ളൊരു വാഹനമാണ് ആരിയ. ഇതെങ്ങനെയായിരുന്നു നമുക്ക് റേറ്റ് കാര്യങ്ങൾ? 2012 ഒറിജിനൽ കേരള വണ്ടിയാണ്. ഇത് 2 ലക്ഷം രൂപ കൊടുക്കും. 2 ലക്ഷം രൂപയ്ക്ക് ഒരു 7 സീറ്റർ. ഇതിന് വീണ്ടും ഒരു ആരിയ തന്നെയാണ്. 15 റീ വണ്ടിയാണ്. 2.5 രൂപ കൊടുക്കും. 2.5 രൂപ അല്ലേ? ദെൻ ഇനോവ, ഏറ്റവും ചെറിയ പ്രൈസിന്, ചെറിയ വൃത്തിയാക്കാണ്ട് വണ്ടി ആണ്. 2 ലക്ഷം രൂപ കൊടുക്കുക. 2006 മോഡൽ G4 വണ്ടിയാണ്. പുതിയ പേപ്പർ കാര്യങ്ങൾ പുതിയ പേപ്പറാണ്. ഒന്ന് വൃത്തിയാക്കാൻ ഫുള്ള് ന്യൂ ഷേപ്പ് കൺവേർട്ട് ചെയ്യാനുള്ള ഷേപ്പ് കൊടുക്കാൻ നമുക്ക് വേണ്ടി ചെയ്യാൻ പറ്റും. അതും നമുക്ക് 2 ലക്ഷം രൂപയ്ക്ക് ഒരു ഇന്നോവ അല്ലേ? വീണ്ടും ഒരു ഇന്നോവ ഗോൾഡ് ഫിനിഷിംഗ് ആണ്. ഇതെങ്ങനെയായിരുന്നു മോഡൽ? 2007 ഒറിജിനൽ കേരള വണ്ടിയാണ്. 3,25,000 രൂപ. 3,25,000. ഇത് നമുക്ക് മൈലേജ് കാര്യങ്ങളൊക്കെ നോക്കുന്ന ഒരു 7 സീറ്റർ നോക്കുന്ന ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ്. 6 മോഡൽ വണ്ടിയാണ്. നല്ല ക്വാളിറ്റി വണ്ടിയാണ്. ഇതാണ് 1,40,000 രൂപ. 1,40,000 അല്ലേ? ഇത് നമുക്ക് 2016 പോളാരിസ് എന്ന് പറഞ്ഞ വണ്ടിയാണ്. അത്യാവശ്യം മൈലേജും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. 30 കിലോമീറ്റർ അടുത്ത് മൈലേജ് ഒക്കെ ഉണ്ടാവും. 30 കിലോമീറ്റർ മൈലേജ് ഡീസൽ വണ്ടി അല്ലേ? ഇതാണെങ്കിൽ നമുക്കൊരു 1,20,000 കൊടുക്കാം. 1,20,000 അല്ലേ? ഇത് സ്കോർപിയോ, ഇതെങ്ങനെയായിരുന്നു നമുക്ക്? 2006 മോഡൽ വണ്ടി.
ഇത് വൃത്തി ഈ കോലത്തിലാണെങ്കിൽ 3,90,000 പോകാം. ചിലരൊക്കെ ഒന്ന് കൈയെടുത്താണ്ട് പോളിഷും കാര്യങ്ങളൊക്കെ ചെയ്ത വൃത്തിയാണ് വണ്ടി തന്നെയാണ്. ഓക്കെ, ഇതാണ് ഈ ഒരു കണ്ടീഷനിൽ 1,90,000 നമുക്ക് ചെയ്യാൻ പറ്റൂല. ഇത് നമുക്ക് ഒരു വാഗ്നറാണ് വീണ്ടും വരുന്നത്. ഇത് 2010-11 രജിസ്റ്റർ ഉള്ള വണ്ടിയാണ്. ഓക്കെ, ഇതാണെങ്കിൽ നമുക്ക് ഫൈനൽ 1,60,000 കൊടുക്കും. 1,60,000. ഇന്ത്യയിലൊക്കെ നല്ല പെടയാണ്. LCD സ്ക്രീന് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. AC പവർ സ്റ്റിയറിംഗ് 2 ഡോർ പവർ വിൻഡോ ഒക്കെ വരുന്ന വണ്ടിയില്ല. ഇത് നമുക്ക് ഒരു എർട്ടിക, ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? 2012 മോഡലാണ് വണ്ടി. ഇത് 3,70,000 കൊടുക്കും. ഡീസൽ വണ്ടി അല്ലേ വരുന്നത്? 7 സീറ്റർ ഡീസൽ വണ്ടിയാണ്. ചെറിയൊരു പൈസക്ക് സെൻട്രൽ AC കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഒരു ലോണൊക്കെ എത്ര വരെ ചെയ്യാൻ പറ്റും? ഇതിന് മാക്സിമം 3 റുപ്യ അടുത്ത് ലോൺ ചെയ്യാൻ പറ്റും. ഇത് നമുക്കൊരു റെനോ ഡസ്റ്റർ, അത് നമുക്ക് ഫുൾ ബ്ലാക്കിൽ ഒരു SUV ഒക്കെ നോക്കുന്നവർക്ക് ബെസ്റ്റ് ഓപ്ഷനാണ്. 2013 85 വരുന്ന വണ്ടിയാണ്. സോ നമുക്ക് മൈലേജ് ഉണ്ടാവും, മെയിൻ്റെനൻസും പൊതുവെ കുറവായിരിക്കും. 10,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. ഇതാണ് ഫുൾ ലോൺ ആയിട്ട് കൊടുക്കാൻ പറ്റും. ഫുൾ ലോണിൽ ഒരു ബ്ലാക്ക് ഡസ്റ്റർ 3 ലക്ഷം രൂപ 3 ലക്ഷം ലോണും കൊടുക്കണം. ലോൺ. അപ്പോൾ ചെറിയൊരു പൈസക്ക് ഒരു SUV നോക്കുന്നവർക്ക് ഒരു 3 ലക്ഷം രൂപ, അതും ഫുൾ ലോണിൽ. ഇത് നമുക്കൊരു CR-V വരുന്നുണ്ട്. CR-V എന്ന് പറഞ്ഞാൽ പെട്ട വണ്ടിയാണ്. ഹോണ്ടൻ്റെ ഒരു പ്രീമിയം ലെവൽ വണ്ടിയാണ് അല്ലേ? 2007 മോഡലാണ്. പേപ്പറൊക്കെ 27 എല്ലാ പേപ്പറുണ്ട്. സെക്കൻഡ് ഓണർഷിപ്പ് ആയിട്ടുള്ള 80,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. ഗ്യാസ് ഉണ്ട് വണ്ടിമേ, പെട്രോളും ഗ്യാസും കൂടി കൺവേർട്ട് ചെയ്തിരിക്കണ്. ഓക്കെ, മാനുവലാണ് വരുന്നത്. മാനുവൽ ഓട്ടോമാറ്റിക്കലി വരുന്ന വണ്ടിയാണ്. ഓട്ടോമാറ്റിക് ആണ്. അല്ല സോറി, ഓട്ടോമാറ്റിക് 4x4 വണ്ടിയാണ്. 4x4 നമുക്ക് മാനുവൽ ആയിട്ട് അതിൽ നമുക്ക് CNG ചെയ്തിട്ടുള്ള വണ്ടി അല്ലേ? CNG അല്ല, ഗ്യാസാണ്. ഇപ്പോൾ CNG ആയി. അന്ന് പഴയ കാലത്ത് ഗ്യാസ് ഇൻബിൽട്ട്, കമ്പനി ഇൻബിൽട്ട് തന്നെ വരുന്ന വണ്ടിയാണ്. എത്ര ചോദിക്കുന്നത് നമ്മളിതിന്? ഫൈനൽ നമുക്ക് 2,30,000. 2,30,000. ഇനി നിസാൻ ഒരു എക്സ്റ്റൈൽ അല്ലേ, ഗൾഫിലൊക്കെ ഇറങ്ങുന്ന ഒരു വണ്ടിയാണ് അല്ലേ? 2010-11 വണ്ടിയാണ്. 4x4 ഒക്കെ വരുന്ന വണ്ടിയാണ്. ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഏറ്റവും ടോപ്പ് ലോഡ് 4x4 വണ്ടിയാണ് കേട്ടോ. ഡീസൽ വരുന്നത്. അത്യാവശ്യം മൈലേജ് ഉണ്ടാവും. 15-16 മൈലേജ് ഉണ്ടാവും. ഓക്കെ, ഇത് ഫൈനൽ ആണെങ്കിൽ 3,20,000. 3,20,000 നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് നമുക്കൊരു മഹീന്ദ്ര കോണ്ടോ എന്ന് പറഞ്ഞ ഒരു സ്പെഷ്യൽ സ്കോർപ്പിയൻ ശൈലോന്റെ ഒരു അപരനായിട്ട് ഇറങ്ങിയ വണ്ടിയാണ്. സെയിം പെർഫോമൻസ് കാര്യങ്ങളും മൈലേജ് കൂടുതൽ കിട്ടുന്ന ഒരു വണ്ടിയില്ല. 2,25,000. 7 സീറ്റർ ആണ്. 2,25,000. ഞാനൊരു കളർ ചേഞ്ച് ഇതെങ്ങനെ റേറ്റ് വൃത്തിയാക്കി കൊടുക്കാണ്ട് പേപ്പർ പുതിയ എടുത്തു കൊടുക്കുക. അതുപോലെ 1,60,000 മോഡൽ വണ്ടി. ഇനി ഒരു ഇൻവേർട്ടർ, ഇതും വൃത്തിയാക്കി കൊടുക്കുക. ഇതിവിടെ മഴ കൊണ്ടിട്ട് ഇങ്ങനത്തെ ആയതാണ്. ഇത് 2009 മോഡൽ പുതിയ പേപ്പറുകളാണ് വണ്ടി. ഇതിനാണ് 2,200,000 കൊടുക്കുക. അടുത്തൊരു 7 സീറ്റർ ആണ്. നമ്മൾ ടവേര പറഞ്ഞ പോലെ തന്നെ നമുക്ക് മൈലേജ് കാര്യങ്ങൾക്ക് നോക്കുന്നവർക്ക് ഷെവർലെൻ്റെ ഒരു എൻജോയ് ബ്ലാക്ക് അല്ലേ? ഇതെങ്ങനെയാണ് നമുക്ക് റേറ്റ് വരുന്നത്? 2013 മോഡൽ വണ്ടി. 1 MB കൊടുക്കും. 1 MB. ഇനി അടുത്തോടെ ഒരു കിഡ് ഓൾട്ടോ വരുന്നുണ്ട്. LXI ആണ്. AC പവർ സ്റ്റിയറിംഗ് ഒക്കെ വരുന്ന വണ്ടി. ഇന്ത്യയിലൊക്കെ നോക്കി നല്ല നീറ്റാണ് വരുന്നത്. എത്ര ദിനം നമ്മൾ ചോദിക്കുന്നത്? 80 രൂപ കൊടുക്കുക. 2007 മോഡൽ LXI വണ്ടിയാണ്. വെറും 80 രൂപയ്ക്ക് ചെയ്യാൻ പറ്റൂല. ഇനി ഒരു 800. ഇതെങ്ങനെയാണ്? 2002 5 സ്പീഡ് വരുന്ന വണ്ടിയാണ്. 5 സ്പീഡ് AC ഇതേ പേപ്പറൊക്കെ MPFI. അതെ, 40 രൂപ കൊടുക്കുക. 40 രൂപ. ഈ ഒരു 800 നമുക്ക് 2008 മോഡൽ NP5 ഇഞ്ചിനാണ് വരുന്നത്. ഇതാണ് 70,000 കൊടുക്കും. 70,000 രൂപയ്ക്ക്. ഇതൊരു ബ്ലാക്കിലൊരു ZNST-ലോ 2007 മോഡൽ പുതിയ പേപ്പർ എടുത്ത വണ്ടിയാണ്. ഇന്ത്യയിലൊക്കെ നല്ല കിടുവാണ് അല്ലേ? VXI വണ്ടിയാണ്. ഇതിന്റെ ഏറ്റവും ടോപ്പ് ലോഡ് അല്ലേ? നമ്മള് K സീരീസ് എഞ്ചിനാണ്. വാഗണറിന്റെ സെയിം സെഗ്മെന്റ് ആണ്. അഡീഷണൽ അലോയ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഫുള്ള് വൃത്തിയും കാര്യങ്ങളൊക്കെ കൊടുക്കാം. ഇതാണ് ഫൈനലാണെങ്കിൽ 90,000 കൊടുക്കുക. അടുത്തൊരു വാഗണർ, ഇതെങ്ങനെയായിരുന്നു? രണ്ടാമത്തെ ഓണർ ആയിട്ടുള്ളൂ. 2008 VXI വണ്ടിയാണ്. ഇത് ഫൈനലാണെങ്കിൽ 1,35,000. 1,35,000 അല്ലേ ഫ്രണ്ട്സ്? അപ്പോൾ നമ്മളിന്ന് സൺഡേ രണ്ടാമത്തെ ഒരു പാർട്ട്, ഒരു ബഡ്ജറ്റ് പാർട്ടാണ് നമ്മളിവിടെ അവസാനിച്ചത്. ഇനി അടുത്ത് വീണ്ടും നല്ലൊരു കിള്ളം ബഡ്ജറ്റ് പാർട്ടി നമ്മൾ ഉടനെ തന്നെ വരും. അപ്പോൾ ലൊക്കേഷൻ മറക്കേണ്ട, മലപ്പുറം പുത്തനത്താണി രണ്ടാലാണ്. അത് പുത്തനത്താണിയിൽ നിന്ന് നമ്മൾ തിരൂർ റോട്ടിലായിട്ടാണ് ഈ ഒരു ഷോറൂം സ്ഥിതി ചെയ്യുന്നത്. നമ്പർ കാര്യങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ബഡ്ജറ്റ് റേഞ്ചിൽ നിങ്ങൾ ഫ്രണ്ട്സ് ആരെങ്കിലുമൊക്കെ വാഹനം നോക്കുന്നവർക്ക് SUV-കളാകട്ടെ പ്രീമിയം ആവട്ടെ എല്ലാം നമുക്ക് ഇവിടെ ഉണ്ട്. അത് ഏറ്റവും ചെറിയ പ്രൈസിനും ട്രാക്ക് ഉണ്ടെങ്കിൽ 0 ഡൗൺ പേയ്മെൻറ്റ് ക്യാഷ് ബാക്ക് ഒക്കെ നമുക്ക് ഇവർ അറേഞ്ച് ചെയ്തിരുന്നതാണ് ഏറ്റവും നല്ല പ്രത്യേകത. സോ നിങ്ങൾ ട്രാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വാഹനം എന്നുള്ള ആഗ്രഹം നമുക്ക് ഇവിടുന്ന് സാധിക്കും. സോ ഒരു ബൈക്കിൻ്റെ അടവിലൊക്കെ ഒത്തിരി വാഹനങ്ങൾ കൊണ്ടുപോകാന്നുള്ളതാണ് ഏറ്റവും നല്ല പ്രത്യേകത. അതും നല്ല മോഡൽ കൂടിയതും ചെറിയ കിലോമീറ്ററൊക്കെ ഉള്ള ഒത്തിരി വാഹനങ്ങൾ നമുക്കിവിടെ അവൈലബിൾ ആണ്. സോ മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ വരുന്നവർ വീണ്ടും കാണാം. റിയാസ് ആൻഡ് റാഫിക്ക സൈനിങ് ഓഫ്.